അപ്പോഴേ നമസ്കാരം. വേറൊന്നുമല്ല, നമുക്ക് ചില നല്ല രീതിയിലൊരു വെല്ലുവിളിച്ചൊക്കെ ഒരു ചലഞ്ച് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക. ഇപ്പോൾ നമ്മൾ ചില വീഡിയോസിൽ നല്ല നമ്മുടെ മിക്ക ഈ റീൽ വീഡിയോസിൽ നമ്മൾ ഇൻട്രോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു വെല്ലുവിളിയൊക്കെ പോലെ ഒരു ഇതൊക്കെ ചലഞ്ചൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഇൻട്രോ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളോട് മെസ്സേജ് അയച്ച് നമ്മൾ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും നമ്മൾ അഭിനയിക്കുന്നതാണ്, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അഭിനയിക്കണമല്ലോ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നമുക്ക് ഈ കമൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ, ഒരു റീലിൻ്റെ അടിയിൽ. ആ കമൻറ്റ് ഞാൻ വായിക്കാം. തൃശ്ശൂർ തീറ്റ കൊടുക്കുന്ന അച്ഛനെ വരെ കടിച്ച് കയ്യിലെ മാംസം വരെ ഇളക്കി എല്ല് പൊട്ടിച്ചിട്ട് ലാഭമുണ്ട്, അതിലൊന്ന് അഴിക്കാവോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അന്യായ ടെററാണ്, വിളിച്ചു വരുത്തി പറ്റിക്കില്ല, ചേട്ടന് ലീഷ് തൊടാൻ കിട്ടിയ എങ്കിലും ഭാഗ്യം എന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞാണ് കമൻ്റ് ഉള്ളത്. അതിനടിയിൽ സ്വന്തം റിസ്കിൽ അഴിക്കണം, മറ്റു ചിലവുകൾ സ്വന്തമായി വഹിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം ഈ ഒരു 3-3.5 കൊല്ലവും നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുള്ള എൻ്റെ സ്വന്തം റിസ്കിലാണ്, സ്വന്തം കാശ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടല്ല ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് പോകണം. ഒരു അടിപൊളി ഒരു ചലഞ്ചാണ്. ഉടനെ നമുക്ക് ഈ വീഡിയോ ചെയ്യണം. ആളെ ഞാൻ ഇന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് കേട്ടോ വീട്. ഈ ഡോവുള്ള ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം കൊച്ചിയിലുണ്ട്, 3, 4, 5. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പോയിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യണം. അപ്പോൾ ഉടനെ ആ വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ലീഷ് തൊടാൻ പറ്റുമോ, ഡോഗിന് തൊടാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇനി കടിച്ചാലും നമുക്ക് എന്തായാലും അഴിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം.